ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് കുറച്ച് പാലക്കാട് വിശേഷങ്ങളായാലോ. ഞാൻ 2 ദിവസം ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ലൈവ് ഇടാഞ്ഞത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഫോൺ കയ്യിലുണ്ടായിരുന്നില്ല, പക്ഷെ ഫോൺ കയ്യിലുണ്ടായിട്ട് കാര്യമില്ലല്ലോ, ഫോണിനടുത്ത് റേഞ്ച് വേണ്ടി എന്നാലേ നമുക്ക് ലൈവ് പോകാൻ പറ്റുള്ളൂ. ഈ ടൈമും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ പോയത് ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോയതാണ്. ഏട്ടൻ്റെ ചേച്ചീൻ്റെ വീട്ടിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പോയി ഒരു പാലക്കാട്, എവിടെ കൃത്യ സ്ഥലം എന്നൊക്കെ പറയാനറിയില്ല. പാലക്കാടായിരുന്നു വീട്. ഞങ്ങൾ ഫുൾ ടൈം വീട്ടിലുണ്ടാകുന്നതേ അല്ല, ഫുൾ ടൈം ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടി പോയിരുന്നു. പിന്നെ ഞാനൊക്കെ കുട്ടിയുള്ളത് കൊണ്ട് രാവിലെ മാത്രമേ മീൻ പിടിക്കാൻ പോകും, വൈകുന്നേരം മീൻ പിടിക്കാൻ പോകില്ല. പിന്നെ ഇത് കണ്ടെടുക്കാനും അതേപോലെ പിടിക്കാൻ നോക്കാൻ ഞാൻ നോക്കി പിടിക്കാനും, പക്ഷേ എനിക്ക് കിട്ടിയൊന്നുമില്ല. നോക്കാൻ ഭയങ്കര രസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഒരു 11 മണിക്ക് 10 മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വരണത് 3 മണിക്കൊക്കെ വരുന്നുണ്ടാവുക. ആകെ 2 ദിവസം നിന്നിട്ടുള്ളൂ വെച്ചാലും നല്ല അടിപൊളിയായിരുന്നു ആ 2 ദിവസം. വീട്ടിൽ നിന്നിട്ട് വെച്ചാലും അവിടുത്തെ സ്ഥലങ്ങൾ പോയി കാണുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ആകെ സ്പോട്ടിക്ക് മാത്രമേ പോയിട്ടുള്ളൂ. 2 ദിവസം ഒരു സ്പോട്ടിക്ക് പോയിട്ടുള്ളൂ. പക്ഷേ കുഞ്ഞു കുഞ്ഞു മീനാണെന്ന് വെച്ചാൽ നല്ല രസമുണ്ടായിരുന്നു. എപ്പോഴും സ്പോട്ട് നല്ല രസമാണ്. പിന്നെ ഓരോ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള സ്പോട്ടാണ്. അവിടെ പോയി കഴിഞ്ഞാൽ മറ്റേ കണ്ണൻ, മുയ്യ് അങ്ങനെയൊക്കെ പറഞ്ഞ മീനാണില്ലേ, അങ്ങനെയൊക്കെ മീനുകളൊക്കെ കിട്ടുക. അല്ല ചെറിയ ചെറിയ മീനുകളൊന്നും അവിടെ ഉണ്ടാവില്ല. അത് പിന്നെ അവൻ്റെ കുറച്ച് വികൃതിയാണ്. അവൻ പറഞ്ഞത് ഞാൻ കേൾക്കാഞ്ഞിട്ട് അവൻ കടിച്ച് നഖം ഉണ്ടെന്ന് കയ്യുമേ നഖം വെട്ടി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നഖം കൊണ്ടും പിടിച്ചിട്ട് അതേപോലെ കടിക്കും ചെയ്ത് ഭയങ്കരമായിട്ട് വികൃതി കാട്ടുന്നു. ഇപ്പോൾ വികൃതി എല്ലാം തുടങ്ങിയിരുന്നു. അതാണ് ഇപ്പോൾ ഇങ്ങനെ കാട്ടുക. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും മറ്റേ സ്നേഹം പ്രകടനം. എന്നാൽ ഏട്ടനോടൊന്നും അങ്ങനെ കാട്ടിലില്ല, എന്താന്നാവോ. പിന്നെ പിറ്റേ ദിവസം പോയതാണിത്. പിറ്റേ ദിവസം പോയപ്പോൾ കുറേ മീൻ പിടിക്കണ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യത്തെ ദിവസം പോയപ്പോൾ മീൻ പിടിക്കണ വീഡിയോസ് ഉണ്ടായിട്ടില്ല. ഇങ്ങനെ അന്ന് എന്താ വെച്ചാൽ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയതുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും മീൻ പിടിക്കാനും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് പിന്നെ ഒരേട്ടൻ എടുത്തുന്ന വീഡിയോസാണ്. ഒരേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേച്ചീൻ്റെ മകൻ എടുത്തുന്ന വീഡിയോസാണ്. പിന്നെ എല്ലാവരും ഓരോരോ മീനാണ് ഇങ്ങനെയായിട്ട് എല്ലാവരും പിടിക്കും. ഒരാൾക്ക് കിട്ടി, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അപ്പുറം കിട്ടും. പക്ഷെ ഇതിന് ക്ഷമ വേണം. എനിക്കതിന് ക്ഷമല്ല. അതുകൊണ്ട് ഞാൻ ഇട്ടിട്ട് ഞാനും ഏട്ടനും ഇവിടെ ഒപ്പം നിന്ന് പിടിക്കുന്നു. ഏട്ടൻ പിടിക്കടി വരുമ്പോഴേക്കും ഞാൻ എടുക്കുമ്പോഴത്തേനും അത് പോയിട്ടുണ്ടാവും. ഏട്ടൻ പിന്നെ എങ്ങനെ പഠിച്ചെന്നുണ്ടോന്നാവും. ഞാൻ കരുതി ഇവന് ഭയങ്കര പേടിയാവും മീനായി കരുതിയും. പക്ഷെ ഓന് ഒരു പേടിയില്ല. ഓൻ ആദ്യത്തെ ദിവസം തൊട്ടിട്ടുണ്ടാവില്ല. ആദ്യത്തെ ദിവസം കാണുക ചിരിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ 2ാമത്തെ ദിവസമായപ്പോഴേക്കും തൊടാൻ തുടങ്ങി, അതിന് ഞെക്കി പീച്ചാൻ തുടങ്ങി. അത് ജീവനുള്ള മീനെയാണ് കുട്ടി അങ്ങനെ കാട്ടിയിട്ടുണ്ടാകുന്നത്. പിന്നെ അങ്ങനെ ചൂണ്ടയിടുന്ന വീഡിയോസും ചൂണ്ടയിൽ കിട്ടിയ വീഡിയോസും ഒക്കെ ആയി കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും അവിടുന്ന് 8:45 ഇറങ്ങി എത്തിയപ്പോഴേക്കും 11:30 ആയി. അത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ.